നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഒളിയമ്പുകളും പരസ്യമായ വിയോജിപ്പുകളും പുതിയ കാര്യമേ അല്ല. പാർട്ടിക്കുള്ളിലോ മുന്നണിക്കുള്ളിലോ ഉള്ള ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ തന്ത്രങ്ങളുടെ ഭാഗമായോ ഒക്കെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്ലീഡർ നിയമനത്തിലും കാണുന്നത് അതുതന്നെയാണ്. നിയമനം ഡീനിന്റെ ശുപാർശയിലെന്നാണ് കെ ബാബു പറയുന്നത്. യോഗ്യതാ മാനദണ്ഡമെന്ന് ഡീൻ കുര്യാക്കോസ്. നിയമനത്തിൽ KSU പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും രണ്ടു തട്ടിലാണ്. കോൺഗ്രസ് നേതാക്കളാണെങ്കിലോ പല തട്ടിലും. മുഖ്യമന്ത്രിക്കെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നതും ഇന്ന് കണ്ടു. ആഭ്യന്തര വിഷയങ്ങൾ ഭരണത്തെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇന്നത്തെ സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ട്. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാളത്തിളക്കം. മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ട് മമ്മൂട്ടിയും കാർത്തിക് ആര്യനും. ഭ്രമയുഗത്തിലൂടെ ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകൻ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള സിനിമ. മികച്ച ചിത്രം ആർട്ടിക്കിൾ 370. സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. മികച്ച നടി യാമി ഗൗതം. പുരസ്കാരങ്ങളിൽ രാഷ്ട്രീയം കലർന്നിട്ടില്ലെന്ന് ജൂറി ചെയർമാൻ ജയരാജ്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കോൺഗ്രസിലും KSUവിലും ഭിന്നത. നിയമനം നടന്നത് ഡീൻ കുര്യാക്കോസ് MPയുടെ ശുപാർശയിലെന്ന് കെ ബാബു. യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഡീൻ കുര്യാക്കോസ്. ആശങ്കകൾ KPCCയെ അറിയിച്ചുവെന്നും മുഖ്യമന്ത്രിയെ കാണുമെന്നും അലോഷ്യസ് സേവ്യർ. സർക്കാരിനെ കരിവാരിത്തേക്കാനാണ് അലോഷ്യസ് സേവ്യറിന്റെ ശ്രമമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി. ചോദ്യപേപ്പർ മാറി നൽകിയതോടെ പരീക്ഷ റദ്ദാക്കി PSC. പിഴവ് ആലപ്പുഴയിൽ ഇന്ന് നടന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് തസ്തികയിലെ പരീക്ഷയിൽ. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലത്തെ പരീക്ഷയ്ക്ക് നൽകി. നിയമന ക്രമക്കേട് കേസിൽ ഒടുവിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി PSC. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. പ്രതിസന്ധിക്ക് കാരണം മഴക്കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതുമെന്ന് സർക്കാർ. 200 മുതൽ 300 മെഗാവാട്ട് വരെ വൈദ്യുതി ഉപഭോഗം ഇന്ന് കൂടിയേക്കുമെന്ന് KSEB. പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയിൽ കുറവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സർക്കാർ ആശുപത്രികളിൽ ബാനറും കൊടിയും കെട്ടി ഭക്ഷണം കൊടുക്കരുതെന്ന് ആരോഗ്യമന്ത്രി. ഉച്ചഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാക്കും. ആദ്യം നടപ്പാക്കുക ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഗവൺമെന്റ് ആശുപത്രികളിൽ കൂടുതൽ മരുന്നുകൾ എത്തിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. വിഴിഞ്ഞം ഗേറ്റ് വേ തുറക്കുന്നു. ഓഗസ്റ്റ് 18 കരമാർഗം ചരക്ക് നീക്കം തുടങ്ങും. ചരക്കു നീക്കത്തിന് ദേശീയപാത അതോറിറ്റിയുടെ അനുമതി. തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ടാറ്റ ഗ്രൂപ്പ് പ്രതിനിധിയുമായി മുഖ്യമന്ത്രിയും താനും ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. And we have liftoff of Vikram 1, India's first private orbital launch vehicle. And we have great views coming from the tracking cameras. And isn't this ചരിത്രം കുറിച്ച് ഇന്ത്യ. ആദ്യ ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം 1ന്റെ വിക്ഷേപണം വിജയകരം. റോക്കറ്റ് വികസിപ്പിച്ച സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഫിഫ ലോകകപ്പിലെ 3ാം സ്ഥാനത്തിനുള്ള മത്സരം പുലർച്ചെ 2:30 ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. അർജന്റീന സ്പെയിൻ കലാശപ്പോരാട്ടം നാളെ രാത്രി 12:30. അർജന്റീനയുടെ ലക്ഷ്യം കിരീടമെന്ന് നായകൻ ലയണൽ മെസ്സി. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ഏകദിനം നാളെ ലോർഡ്സിൽ. രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന് സൂചന. ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ സംഘർഷം. പോലീസ് ലാത്തിചാർജ് നടത്തി. നിരാഹാര സമരം നടത്തിയ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ സമരം തുടരുമെന്ന് CJP. സ്ഥാപകൻ അഭിജിത് ദീപ്കെയ്ക്ക് നേരെ മഷിയെറിഞ്ഞ യുവതി. വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകൾ ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി. സ്റ്റോറി ഓഫ് ദ ഡേ. പരിധിയില്ലാതെ പരിമിതികളില്ലാതെ അവരുടെ ഉള്ളിലും ലോകകപ്പ് ആരവം. മലയാളത്തിന് അഭിമാനം വാനോളം ഉയർന്ന ദിവസമാണ്.
34 ഭാഷകളിൽ നിന്നായി 400 സിനിമകൾ മാറ്റുരച്ച കടുത്ത മത്സരത്തിനൊടുവിലാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. നിഗൂഢതകൾ ഒളിപ്പിച്ച കൊടുമൻ പോറ്റിയുടെ ഭാവപ്പകർച്ചകൾ അഭ്രപാളിയിൽ അവിസ്മരണീയമാക്കിയതിലൂടെ ഒരിക്കൽ കൂടി മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കി. മമ്മൂട്ടിയുടെ പുരസ്കാര നേട്ടത്തിനു പുറമെ മറ്റു വിഭാഗങ്ങളിലും മലയാള സിനിമയ്ക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനായി. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി, ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആർട്ടിക്കിൾ 370 മികച്ച സിനിമ. ചന്തു ചാമ്പ്യനിലൂടെ കാർത്തിക് ആര്യൻ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ടു. സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറി 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2024 സെൻസർ ചെയ്ത 400 സിനിമകളാണ് ജൂറിക്ക് മുൻപിലെത്തിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കശ്മീരിന്റെ കഥ പറഞ്ഞ ആർട്ടിക്കിൾ 370 മികച്ച സിനിമ. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയ മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. മമ്മൂട്ടിയുടെ 4ാമത് ദേശീയ പുരസ്കാരമാണിത്. Best actor in leading role shared Brahmayugam, Malayalam. This visually stunning for horror film actor Mammootty. ബോളിവുഡ് താരം കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. ആർട്ടിക്കിൾ 370 ചിത്രത്തിലൂടെ യാമി ഗൗതം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ബ്രഹ്മയുഗത്തിലൂടെ ഷഹനാസ് ജലാൽ നേടി. ARM എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മേജർ മുകുന്ദ് വരദരാജിന്റെ ജീവിതകഥ പറഞ്ഞ അമരൻ സിനിമയിലൂടെ മികച്ച സംവിധായകനായി രാജ്കുമാർ പെരിയസ്വാമിയും എഡിറ്ററായി R കലൈവാനനും പശ്ചാത്തല സംഗീതത്തിന് GV പ്രകാശും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള സിനിമ. ധനുഷ് സംവിധാനം ചെയ്ത് അഭിനയിച്ച രായനാണ് മികച്ച തമിഴ് സിനിമ. വീർ സവർക്കർ സിനിമയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം രൺദീപ് ഹൂഡ സ്വന്തമാക്കി. മികച്ച തിരക്കഥ, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗത്തിലെ പുരസ്കാരങ്ങൾ പുഷ്പ 2 സ്വന്തമാക്കി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഭദ്രകാളി നാടകം പ്രത്യേക പരാമർശം നേടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അപ്രതീക്ഷിതമായി ലഭിച്ച പുരസ്കാരത്തിൽ വലിയ സന്തോഷമാണ് എന്ന് വൈക്കം വിജയലക്ഷ്മി അമൃത വാർത്തയോട് പറഞ്ഞു. മാതാപിതാക്കൾക്കും മൂർഖന്മാർക്കും തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പുരസ്കാരം സമർപ്പിക്കുന്നതായും വൈക്കം വിജയലക്ഷ്മി പറഞ്ഞു. വൈക്കം ചെമ്പ് സ്വദേശിയായ മമ്മൂട്ടിക്ക് അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷവും വിജയലക്ഷ്മി പങ്കുവച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ലബ്ധിയിലൂടെ മലയാളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് വൈക്കം വിജയലക്ഷ്മി എന്ന കലാകാരി. വൈക്കം വിജയലക്ഷ്മി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വലിയൊരു സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു അവാർഡ്? പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ ഇത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്നു വിചാരിച്ചില്ല കേട്ടോ. നമ്മൾ ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമെന്നൊക്കെ ഇരുന്നു. പക്ഷേ ഇത് സംഭവം അത്ഭുതകരമായി പോയി. ടി വി ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഈ സുഭാഷ് ചേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എപ്പോഴാണ് ടി വി വെച്ചത്, അതുപോലെ അനൗൺസ് വിളിച്ചോണ്ടായിരുന്നു. വൈകമായിട്ട് വലിയ ബന്ധമുള്ള മമ്മൂക്കയ്ക്കും ഉണ്ട് പുരസ്കാരം. അതും സന്തോഷമായി. അപ്പം മമ്മൂക്കയ്ക്കും അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ. ജൂറി അംഗങ്ങൾക്കും ഒക്കെ നന്ദി അറിയിക്കും. ഒരു താരാട്ടുപാട്ടാണ്, പല മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ഗാനമാണ്. ആ ഗാനത്തിന്റെ ഒരു 2 വരി അമൃത ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കും. ആയിക്കോട്ടെ. നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാതയിൽ, കൈവിരൽ പിടിക്കുവാൻ കൂടെയാരിനി, എതിരെ നിന്നതേതുമേ താനെ അങ്ങു നീക്കുവാൻ, ചാലു തീർത്തുമെത്തുമേ നീരൊഴുക്കുകൾ, തൊട്ടുതലോടിക്കൊണ്ട് കാറ്റില്ലേ നൊമ്പരം മാറ്റിടുവാൻ, ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും, മൂടുന്നീരുട്ടകറ്റാൻ തീയെന്നും മുന്നിൽ തെളിഞ്ഞുണരും, നീ എന്ന വിത്തെടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും, കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്, ഉയർന്നുവാ ഉയർന്നുവാ തടകളെ നീ ഉടച്ചുവാ, ഉയർന്നുവാ ഉയർന്നുവാ ഉലകിനെ നീ ജയിച്ചുവാ.
ഈ മനോഹരമായ പാട്ടിന് ഈ ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഇതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ആരൊക്കെയാണ്? ഭഗവാനുമുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഗുരുക്കന്മാർക്കും, ഈ ഫിലിം ഡയറക്ടർ ARMൻ്റെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, അവാർഡ് തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്കും സിനിമയിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും സമർപ്പിക്കുന്നു. അതേപോലെ ഇപ്പോൾ സംസ്ഥാന പുരസ്കാരത്തിന് മുന്നേ ലഭിച്ചിട്ടുണ്ട്, ഇപ്പോൾ ദേശീയ പുരസ്കാരത്തിലേക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി മുന്നോട്ട് ഇനി എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ? ഇനിയും നമ്മുടെ ഇപ്പം പത്മശ്രീ പോരട്ടെ, പത്മശ്രീ, പത്മഭൂഷൺ, ഭാരതരത്നം, ഓസ്കാർ, അങ്ങനെ അങ്ങോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ഈശ്വരൻ്റെ നമുക്ക് അഫർമേറ്റ് ചെയ്യാം. വൈക്കം പോലൊരു നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു താരം ഉയർന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഒരു ഏറെ പ്രചോദനകരമായി മാറുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മറ്റുള്ളവരോട് എന്താണ്, ഇങ്ങനെ ഈ കലയെ സ്നേഹിക്കുന്ന നാട്ടിലുള്ളവരോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഇനിയും മുന്നോട്ട് നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ വിജയം, എൻ്റെയൊക്കെ വിജയം. ഇനിയും അങ്ങോട്ട് പ്രോത്സാഹനവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും. ഏതായാലും മലയാളത്തിന് വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ് വൈക്കം വിജയലക്ഷ്മി എന്ന കലാകാരി. വൈക്കത്ത് തന്നെ വലിയ ബന്ധമുള്ള മമ്മൂക്കയ്ക്കും അവാർഡ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം കൂടി വൈക്കം വിജയലക്ഷ്മി പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും ഈ പുരസ്കാര ലബ്ധിയിൽ വൈക്കം വിജയലക്ഷ്മിക്ക് അമൃത ടിവിയുടെ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. വൈക്കത്തു നിന്നും പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. താങ്ക് യു. ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. മമ്മൂട്ടിക്കൊപ്പം പുരസ്കാരം കിട്ടിയത് വലിയ ഭാഗ്യമാണെന്ന് ഫാസിൽ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഓരോ മലയാളിയെ സംബന്ധിച്ചും അഭിമാനത്തിൻ്റെ നിമിഷമാണ്. മമ്മൂട്ടിയും ഒപ്പം തന്നെ ഫെമിനിച്ചി ഫാത്തിമയും എല്ലാം തന്നെ അവാർഡ് നേടിക്കൊണ്ട് മലയാളത്തിൻ്റെ യശസ് ഉയർത്തിയ സമയമാണ്. സ്വാഭാവികമായും മലയാളത്തെ ഫെമിനിച്ചി ഫാത്തിമയെ സംബന്ധിച്ച് ഫാസിൽ മുഹമ്മദ് ഒരു വലിയ നേട്ടത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. വലിയ സന്തോഷമായിരിക്കും സ്വാഭാവികമായും. ഒപ്പം തന്നെ അതിന് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന മമ്മൂട്ടിക്കൊപ്പം തന്നെയാണ് ആ ഒരു അവാർഡിൻ്റെ ഭാഗമാവുകയാണ്. അത് ഭയങ്കര സന്തോഷമാണ്. നേരത്തെ പറഞ്ഞൊരു മമ്മൂക്കാൻ്റെ ഒപ്പമാണ് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നത്. അപ്പോഴേ ഞാൻ സന്തോഷിച്ച് മമ്മൂക്ക എവിടെ അതിലുണ്ടല്ലോ എന്നുള്ളത്. നാഷണൽ അവാർഡ് വന്നപ്പോൾ ഇരട്ടി സന്തോഷം. ഒരു ലക്കി ഇതായി മാറിയോ മമ്മൂട്ടി? തോന്നുന്നു. എങ്ങനെയാണ് ഈ ഫെമിനിച്ചി, ഒരുപക്ഷെ ആ സിനിമയുടെ പേര് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൻ്റെ ഇതിവൃത്തം ഏറ്റവും പ്രധാനമാണ്. കാരണം കേരളത്തിൽ നിൽക്കുന്ന സാംസ്കാരിക പശ്ചാത്തലമെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചൊരു സിനിമയാണ്. അതോടൊപ്പം തന്നെ ആ പേര് എവിടുന്നാണ്, അങ്ങനെയാണ് അതിലേക്ക് പേര് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയൊരു പേരാണ്. അപ്പോൾ ഫെമിനിറ്റി എന്നുള്ള വാക്ക് ഒരിക്കലും കളിയാക്കേണ്ട ഒരു വാക്കല്ല, അങ്ങനെ ഒതുക്കേണ്ട ഒരു വാക്കല്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത് ഫെമിനിറ്റി എന്നുള്ള വാക്ക്. അപ്പോൾ അതിനെ തിരുത്തണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളൊരു തോട്ട് വരുന്നതും അതിനുവേണ്ടി ഒരു കഥ ഉണ്ടാക്കുന്നതൊക്കെ. ഈ ഫാസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഒരു കുട്ടി മൂത്രമൊഴിച്ചൊരു ബെഡ്, ആ ബെഡിൽ എടുക്കുന്ന സമയത്ത് വന്നൊരു വാക്കിൽ നിന്നാണ് ഈ സിനിമയിലെ. എങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ സന്ദർഭമൊക്കെ വരുന്നത്? ഞാനിതുപോലെ എൻ്റെ താത്താൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പോകും. അപ്പോൾ ഞാനൊരു ചെറിയ സിനിമ ചെയ്യണം എന്നുള്ള ബോധത്തിൽ നാട്ടിലോട്ട് പോയിട്ട് എറണാകുളത്ത് വന്ന് നിന്ന് സിനിമകളൊന്നും നടക്കുന്നില്ല, പിന്നെ ശ്രമങ്ങളൊക്കെ തീർന്നുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ നാട്ടിൽ പോകാം, ഒരു ചെറിയ സിനിമ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വേറെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സ്ത്രീകളെ അതൊക്കെ ആ തിരക്കഥ. അപ്പോൾ ഒരു ദിവസം പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നു. അപ്പോൾ പൊതുവെ രാവിലെ എണീക്കുമ്പോൾ പെങ്ങളെ കുട്ടി ബെഡിൽ മൂത്രയിച്ച്. അപ്പോൾ താത്ത ഭയങ്കര ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഉറക്കത്തിൽ കേൾക്കണം. അപ്പോൾ ആ സമയത്ത് കേട്ട 2 വാക്ക് ഇങ്ങനെ മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടിരിക്കണ ബെഡായിരുന്നു, ഇതിൻ്റെ മണം പോവില്ല, ഭയങ്കര സങ്കടം കൊണ്ട് പറയാം. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് താത്തയെ ബെഡും തൂക്കി പിടിച്ച് നേരെ അവിടെ കൊണ്ടുപോയി ഇടുന്നതും അതിനെ ഉണക്കാതെ അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് അതിലൊരു ഇമോഷനൊക്കെ കിട്ടി. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ തിരക്കഥ മാറ്റി എഴുതി, പിന്നെ ഇത് വെച്ച് എഴുതി അത് അതാക്കിയത്. ഇപ്പോൾ ഈ അവാർഡ് കിട്ടിയതിന് ശേഷം ആരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ വിളിക്കുകയും ആരും വിളിച്ചതെന്ന് അറിയില്ല, ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആരും കോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് നാട്ടിൽ? സ്വാഭാവികമായും മലപ്പുറത്ത് വടക്കൻ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് ഒരാൾക്ക് നേടിയിരിക്കുന്നു, വലിയ ആഘോഷമായിരിക്കും. എങ്ങനെയാണ് നാട്ടിലുള്ള സ്വീകരണ പരിപാടിയൊക്കെ? എൻ്റെ ഒരു ഫ്രണ്ട് ഐഫൊക്കെ സമയത്ത് പറഞ്ഞത് ഒരു നാട് ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് ആദ്യമായിട്ട് കാണണം എന്നുള്ള. അപ്പം വീണ്ടും ഞാനിപ്പോൾ ഇത് നാഷണൽ അവാർഡും കിട്ടിയപ്പോൾ അതിൻ്റെ ഇരട്ടി ആഘോഷമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100 മിനിറ്റ് കൊണ്ടൊരു വിസ്മയം തീർത്തതാണ്. ഇനിയിപ്പോൾ പുതിയ ഏതെങ്കിലും പ്രോജക്റ്റുകൾ, അങ്ങനെ ഏതെങ്കിലും ആലോചനകൾ തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയൊക്കെ പുതിയത് ചർച്ചകളുണ്ട്, നല്ല സിനിമകൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഏതായാലും എല്ലാവിധ ആശംസകളും കുറെ കൂടി നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ CS ബൈജുനൊപ്പം കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത്, അമൃത ന്യൂസ്.
ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് മാറ്റമില്ലാതെ തുടരുന്ന ശീലമാണെന്നും അഭിനന്ദന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. രാജ്യത്തിനു മുന്നിൽ മലയാള സിനിമയുടെയും കേരളത്തിന്റെയും അഭിമാനം ഉയർത്തിപ്പിടിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. മുഖ്യമന്ത്രിയോടുള്ള KSUവിൻ്റെ ഒരു പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയണം. KSU സംസ്ഥാന അധ്യക്ഷൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ വിവിധയിടങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിക്ക് അനുകൂലമായും അലോഷ്യസ് സേവ്യറിന് അനുകൂലമായും ഒക്കെ വരുന്നുണ്ട്. KSUവിൻ്റെ ആശങ്കകൾ KPCC അധ്യക്ഷനെ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSUവിൻ്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കളും തന്നെ പിന്തുണയ്ക്കുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സാധ്യമാകും എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അതേസമയം വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ കരിവാരിത്തേക്കാനാണ് അലോഷ്യസ് സേവ്യർ ശ്രമിക്കുന്നത് എന്ന് ആരോപിച്ച് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നതും ഇന്ന് കണ്ടു. അതിനിടെ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തതിൽ വിശദീകരണവുമായി ഡീൻ കുര്യാക്കോസും എത്തി. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSUയുമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് KPCC. മുതിർന്ന നേതാക്കൾ KSU സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട അലോഷ്യസ് മുൻ നിലപാട് ആവർത്തിച്ചു. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കും. വിവാദമാക്കേണ്ട സാഹചര്യങ്ങളില്ല എന്നും കൂടിക്കാഴ്ചക്കൊക്കെ അവസരമൊരുങ്ങുമെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. നമുക്ക് ആലോചിക്കാം, ഉണ്ടാകുന്നതിന് എന്താ പ്രയാസം. അതേസമയം KSU സംസ്ഥാന സമിതിയിൽ അധ്യക്ഷനെതിരെ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. പ്ലീഡർ നിയമനത്തിൽ അലോഷ്യസ് സേവ്യർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ചില ആളുകൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ബോധപൂർവം കരിവാരിത്തേക്കുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി പറഞ്ഞു. പ്രശ്നപരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം, മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. സർക്കാരിന് നയപരമായ കാര്യങ്ങളിൽ KSUവിന് അഭിപ്രായം പറയാമെന്ന് മുൻമന്ത്രി K ബാബു വ്യക്തമാക്കി. UMPയുടെ ശുപാർശയിലാണ് വിവാദമായ നിയമനം നടന്നതെന്നും അദ്ദേഹം പറയുന്നു. KSUവിന് അഭിപ്രായം പറയുന്നത് തെറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. യോഗ്യതയാണ് പരിഗണന, അഡ്വക്കേറ്റ് ജനറൽ ശുപാർശയാണ് പരിഗണന, അതനുസരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി ചെയ്തത്. അതിനിടെ നിയമന കാര്യത്തിൽ വ്യക്തത വരുത്തി ഡീൻ കുര്യാക്കോസ് MP തന്നെ രംഗത്തെത്തി. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകി. ഏതായാലും പരിഹാര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ KSUവിൽ മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും അസംതൃപ്തിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. മുഖ്യമന്ത്രിയുടെ ശൈലിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വിമർശനം തുടരുകയാണ്. വി ഡി സതീശനെതിരെ ഒളിയമ്പുമായി മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നതും കാണുന്നുണ്ട്. KPCCയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രസംഗത്തിനിടെ അലോഷ്യസ് സേവ്യറെ ചേർത്തു നിർത്തി അഭിനന്ദിക്കുകയായിരുന്നു VM സുധീരൻ. എതിർക്കുന്നവരെ പ്രതികാര ബുദ്ധിയോടെ കാണുന്ന നേതാവായിരുന്നില്ല ഉമ്മൻചാണ്ടിയെന്ന് കോട്ടയത്ത് നടന്ന അനുസ്മരണ ചടങ്ങിൽ KC വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു. ഭരണത്തിലേറി 2 മാസം പിന്നിട്ടപ്പോഴേക്കും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ശൈലിയിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം പരസ്യമായി തുടങ്ങി. വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് തുടങ്ങിയ വിമർശനങ്ങൾ ചേരിതിരിഞ്ഞുള്ള പോരിലേക്ക് മാറിയപ്പോൾ മുതിർന്ന നേതാക്കളും അതിന്റെ ഭാഗമായി എന്നതാണ് ശ്രദ്ധേയം. ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രിക്ക് നേരെ പറയാനുള്ളത് അവർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത VM സുധീരന്റെയും KC വേണുഗോപാലിന്റെയും ഒളിയമ്പുകൾ കൃത്യമായി വി ഡി സതീശനിലേക്ക്. ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണ പ്രസംഗത്തിനിടെ VM സുധീരൻ അലോഷ്യസ് സേവ്യറെ ചേർത്ത് നിർത്തി അഭിനന്ദിച്ചു എന്ന് മാത്രമല്ല,
ആർജവത്തോടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇവിടെ അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. കോട്ടയത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയുടെ ശൈലിയെ മുൻനിർത്തി KC വേണുഗോപാലും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. തന്നെ വിമർശിക്കുന്നവരോട് ഒരിക്കലും പ്രതികാര ബുദ്ധിയോടെ പെരുമാറാത്ത മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് ഓർമ്മിപ്പിച്ചു. അലോഷ്യസ് സേവ്യർ നൽകിയ പരാതി KPCC അധ്യക്ഷന് മുന്നിലുണ്ട്. ഇക്കാര്യത്തിൽ KPCCയുടെ തീരുമാനവും മുഖ്യമന്ത്രിയുടെ നിലപാടുമാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പിഴവ് ആവർത്തിക്കുകയാണ് PSC. ആലപ്പുഴയിൽ PSC പരീക്ഷാ പേപ്പർ മാറി നൽകി. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലത്തെ പരീക്ഷയ്ക്ക് കൊടുക്കുകയായിരുന്നു. പിഴവിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കി. സംഭവിച്ചത് സാങ്കേതിക പിഴവാണെന്ന് PSC പറയുകയാണ്. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായതിനാൽ 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തുകയായിരുന്നു. വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയാണ് നടത്തിയത്. രാവിലെ നടന്ന പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് അബദ്ധം മനസ്സിലായത്. ഇതോടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കുകയായിരുന്നു. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിലെ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതും ഇടത് സംഘടനാ നേതാവാണ് 1ാം റാങ്കും കിട്ടിയതുമെല്ലാം വൻ വിവാദമായി. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെ പിഴവ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നില്ല, നമ്മൾ ഹാളിൽ ഇരിക്കുമായിരുന്നു പരീക്ഷയ്ക്ക് റെഡിയായിട്ട്. എന്നിട്ടേക്കാണ് പറഞ്ഞത് എക്സാം മാറ്റി വെച്ചു. ഈ അംഗവൈകല്യമുള്ളവരുണ്ട് ദൂരെ നിന്ന് വരുന്നവർ, അവരൊക്കെ പരീക്ഷ എഴുതാൻ വന്നിട്ട് പോയപ്പോഴാണ് നമുക്കൊരു വിഷമമായി പോയത്. അതേസമയം സാങ്കേതിക പിഴവ് മാത്രമാണ് ഉണ്ടായതെന്നാണ് PSCയുടെ വാദം. രാവിലെയും ഉച്ച കഴിഞ്ഞും നടക്കേണ്ട പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ഒരുമിച്ചായിരുന്നു വെച്ചത്. എന്നാൽ ഉച്ച കഴിഞ്ഞ് നടക്കേണ്ട പരീക്ഷാ ചോദ്യപേപ്പറിൽ ആഫ്റ്റർനൂൺ എന്ന് എഴുതിയിരുന്നു. ഇത് കാണാതെയാണ് ചോദ്യപേപ്പർ മാറിയതിന് കാരണമെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ സെന്ററുകളിൽ നടക്കേണ്ടിരുന്ന പരീക്ഷകൾ റദ്ദാക്കി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സംഭവത്തിൽ PSC വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷ മുടങ്ങിയതോടെ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ബുദ്ധിമുട്ടുണ്ടായത്. അമൃത ന്യൂസ്, ആലപ്പുഴ. എത്ര പേരെയാണ് ബുദ്ധിമുട്ടിലാക്കിയതല്ലേ ഒരു പരീക്ഷ. ഇനി PSC നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ പലതിലും ക്രമക്കേടുകൾ ആരോപണങ്ങളൊക്കെ നേരത്തെ വന്നതാണ്. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ ഏതായാലും ഇപ്പോൾ കമ്മീഷൻ കൈമാറിയിരിക്കുകയാണ്. വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ കൈമാറില്ലെന്ന ആരോപണത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSCയുടെ തീരുമാനം. PSC നിയമന ക്രമക്കേടിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായാണ് PSC രേഖകൾ കൈമാറിയത്. ഇന്നലെ വൈകിട്ട് PSC നിയോഗിച്ച സമിതി രേഖകൾ അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരക്കടലാസ്, ഇന്റർവ്യൂ ലിസ്റ്റ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ് റെക്കോർഡ് എന്നിവയാണ് നൽകിയത്. എന്നാൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ പട്ടിക അന്വേഷണ സംഘം ചോദിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ PSCയുമായി ബന്ധപ്പെട്ടവരെ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യലിന് വിളിക്കണമെന്ന് SIT തീരുമാനിക്കും. രേഖകളും മൊഴികളും പരിശോധിച്ച് ക്രമക്കേടിന് പ്രഥമദൃഷ്ട്യാ തെളിവ് ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. അതേസമയം വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ നൽകില്ലെന്ന് PSC നേരത്തെ മറുപടി നൽകിയിരുന്നു. രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSC തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല. ഓരോ ദിവസവും നിയന്ത്രണങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രതിസന്ധി മറികടക്കാൻ 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനാണ് KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളത്. അടിയന്തര സിറ്റിംഗ് നടത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അനുമതി. ഏതായാലും നാളെ മുതൽ ആ വൈദ്യുതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതോടെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലികമായൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാത്രി മുതൽ 1 വർഷത്തേക്കാണ് അധിക വൈദ്യുതി സംസ്ഥാനത്തിന് ലഭ്യമായി തുടങ്ങുക. യൂണിറ്റിന് 5.96 രൂപയ്ക്ക് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ നേരത്തെ തന്നെ റെഗുലേറ്ററി കമ്മീഷനെ സർക്കാർ സമീപിച്ചിരുന്നു. പകൽ നേരത്ത് വൈദ്യുതി വാങ്ങാറുള്ളത് 2 രൂപ നിരക്കിലാണ്. എന്നാൽ ഇപ്പോൾ വാങ്ങുന്ന വൈദ്യുതി 24 മണിക്കൂറും വാങ്ങേണ്ടതുണ്ട്, അതും 5.96 രൂപയ്ക്ക്. ഇത് സംസ്ഥാനത്തിന് വലിയ നഷ്ടമായിരിക്കും. ജനരോഷം ശക്തമായതോടെയാണ് വൻ നഷ്ടം സഹിച്ചും വൈദ്യുതി വാങ്ങാൻ KSEB ഇപ്പോൾ തയ്യാറാണ്.
തയ്യാറായിരിക്കുന്നത്. സംസ്ഥാനത്തിന് ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ 600 മെഗാവാട്ട് വൈദ്യുതിയാണ് ആവശ്യം. ഇതിൽ 200 മെഗാവാട്ട് മാത്രമേ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളൂ. ഇനി 400 മെഗാവാട്ട് വൈദ്യുതി കൂടി സംഘടിപ്പിക്കണം. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഇന്നും തുടരും. എത്ര സമയം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KEB വ്യക്തമാക്കിയിട്ടില്ല. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും അന്തരീക്ഷ താപനില താരതമ്യേന ഉയർന്ന നിലയിൽ തുടരുന്നത് മൂലം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് വൈദ്യുതി നിയന്ത്രണം തുടരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമുയരുകയാണ്. ചീമേനി ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതിയുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പദ്ധതിയിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് സമരസമിതി മന്ത്രിയെ കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചീമേനിയിൽ ആണവ നിലയമെന്ന പ്രസ്താവന വന്നതോടെ സമരപരിപാടികൾ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ഇവർ. ചീമേനിയിൽ ആണവ നിലയം എന്നതിലേക്ക് വൈദ്യുതി മന്ത്രി പോകുന്നത് കൃത്യമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിലെന്നും പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ ജനകീയ സമര പരിപാടികളിലൂടെ പദ്ധതിയെ തൂത്തുമാറ്റുമെന്നും ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതി പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്ത് 2023 ഇത് സംബന്ധിച്ച പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ശക്തമായ സമര പ്രതിഷേധങ്ങൾ ചീമേനിയിൽ നടന്നിരുന്നു. കേരളത്തിലെ സർക്കാർ ആണവ നിലയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും ചീമേനിയിലെ ജനങ്ങൾ അത് അനുവദിക്കാൻ തയ്യാറല്ല. ഇതുവരെ കണ്ടതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ, സമര പരിപാടികൾ നടത്തിക്കൊണ്ട് ഈ പദ്ധതിയെ, ഈ ചീമേനിയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ആണവ പദ്ധതിയെ തൂത്തുമാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സമരസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത്. വൈദ്യുതി മന്ത്രി പറയുന്ന പ്രതിസന്ധി കേരളത്തിലുണ്ടെങ്കിൽ നിലവിലുള്ള 5 താപനിലയങ്ങൾ പ്രവർത്തിപ്പിക്കണം. ഇവ പ്രവർത്തിപ്പിക്കാത്തതിനാൽ സർക്കാർ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപ ഫൈൻ നൽകുകയാണ്. ഈ ഒരു താപനിലയം പോലും ഇന്ന് പ്രവർത്തനക്ഷമമല്ല. അതിൻ്റെ പേരിൽ, അതായത് ഇത് പ്രവർത്തിപ്പിക്കാത്തതിൻ്റെ പേരിൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ പിഴ ഇനത്തിൽ നൽകുകയാണ്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് നൽകുന്നത്. കേരളത്തിൽ മന്ത്രി പറയുന്ന അല്ലെങ്കിൽ KSEB പറയുന്ന ഒരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിലവിലുള്ള ഈ താപനിലയങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ട് ആ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചീമേനിയിൽ ആണവ നിലയം പരിഗണിക്കുമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രസ്താവന ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിൽ MLA മാർ, MP, മന്ത്രിമാർ എന്നിവരെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബാനർ കെട്ടിയുള്ള സൗജന്യ ഭക്ഷണ വിതരണം വേണ്ട എന്ന് മന്ത്രി. കമ്മ്യൂണിറ്റി കിച്ചനുകൾ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം. ആരോഗ്യമന്ത്രി K മുരളീധരൻ ആലപ്പുഴയിൽ ഇക്കാര്യം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നിലവിൽ വിവിധ സംഘടനകൾ രാഷ്ട്രീയ ചിഹ്നങ്ങളും ബാനറുകളും പ്രദർശിപ്പിച്ച് നടത്തിവരുന്ന ഭക്ഷണ വിതരണത്തിന് ഇതുമുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സർക്കാർ ആശുപത്രികൾ രാഷ്ട്രീയ പാർട്ടികളുടെയോ മറ്റ് സംഘടനകളുടെയോ കൊടികൾ സ്ഥാപിക്കേണ്ട ഇടങ്ങളല്ല. പലയിടങ്ങളിലും വലിയ ബാനറുകൾ കെട്ടിയാണ് ഭക്ഷണ വിതരണം നടക്കുന്നത്. ഇതിനി മുതൽ അനുവദിക്കില്ല. ഭക്ഷണ വിതരണം നടത്താൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കോ സംഘടനയ്ക്കോ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഭക്ഷണം നേരിട്ട് എത്തിച്ചു നൽകാം. എന്നാൽ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് സംഘടനകളുടെ പേരോ ബാനറോ കൊടിയോ പ്രദർശിപ്പിക്കാൻ അനുമതിയുണ്ടാകില്ല. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് സന്ദർശിക്കാനെത്തിയപ്പോഴായിരുന്നു വകുപ്പ് മന്ത്രിയുടെ ഈ പുതിയ പ്രഖ്യാപനം. ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ച് കുറച്ച് എതിർപ്പ് വന്നു. അതിനേക്കാളും നല്ലത് നമ്മൾ സേവനം ചെയ്യുമ്പോൾ എന്തിനാ ബോർഡ്, എന്തിനാ? കമ്മ്യൂണിറ്റി കിച്ചണുകൾ കൊണ്ടുകൊടുത്തോ, ആര് വേണമെങ്കിലും കൊണ്ടുകൊടുത്തോ, ഒരു കുഴപ്പമില്ല. ബാനറും കൊടിയും വെച്ചിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ആർക്കും കൊടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് തന്നാലും അത് സ്വീകരിക്കണം. ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി നടപ്പിലാക്കുക. തുടർന്ന് സംസ്ഥാനത്തെ മറ്റ് പ്രധാന സർക്കാർ ആശുപത്രികളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കും. നിലവിൽ രാഷ്ട്രീയ അനുബന്ധ സംഘടനകൾ ഉൾപ്പെടെ നിരവധി സന്നദ്ധ സംഘടനകൾ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഭക്ഷണ വിതരണം കൂടുതൽ സുതാര്യമാക്കാൻ സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം കൊണ്ടുവരുന്നത്. നേരത്തെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതിച്ചോർ വിതരണം സംബന്ധിച്ച് G സുധാകരൻ നടത്തിയ പ്രസ്താവന വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പ്രഖ്യാപനവുമായി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.